ചെന്നൈയിൽ പോലീസ് സ്റ്റേഷന് മുന്നിൽ യുവാവിന്റെ ആത്മഹത്യാശ്രമം. പുളിയാന്തോപ്പ് സ്വദേശി രാജനാണ് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. ദൃശ്യങ്ങൾ 24 ലഭിച്ചിട്ടുണ്ട്. മുഹമ്മദ് റഹീസ് ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി. റഹീസ്, ഇത് ഞെട്ടിപ്പിക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. എന്താണ് ഇത്? ഏത് പോലീസ് സ്റ്റേഷന് മുന്നിലാണ് ഈ ആത്മഹത്യാശ്രമം ഇയാൾ നടത്തിയത്? എന്താണ് കാരണം? അത്തരം വിവരങ്ങളുണ്ടോ? ഒപ്പം ഈ ആരോഗ്യനില എന്താണ്? പ്രജിൻ, ചെന്നൈയിലെ RK നഗർ പോലീസ് സ്റ്റേഷന് മുന്നിൽ ആണ് ഇദ്ദേഹം ഇന്നലെ രാത്രി ഇത്തരത്തിൽ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചത്. ഈ RK നഗർ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തി രാജൻ, ഇയാൾക്ക് 30 വയസ്സാണ് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. അപ്പോൾ ഇദ്ദേഹം ഇന്നലെ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തുന്നു. ശേഷം സ്റ്റേഷന് മുന്നിൽ വെച്ച് സ്വയം തീ വയ്ക്കുകയായിരുന്നു. അദ്ദേഹത്തിനെ ഇപ്പോൾ സമീപത്തുള്ള സർക്കാർ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതീവ ഗുരുതരാവസ്ഥയിലാണ് എന്നാണ് അല്പസമയം മുമ്പും അറിയാൻ കഴിഞ്ഞത്. കഴിഞ്ഞ ഡിസംബറിൽ, ഏതാണ്ട് ഡിസംബർ 14-ന് ഇദ്ദേഹത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇവിടെ അടുത്തുള്ള ഒരു ടാസ്മാക് ഷോപ്പിൽ നിന്നും അദ്ദേഹം അതിന് മുന്നിലിരുന്ന് മദ്യപിക്കുകയായിരുന്നു. അപ്പോൾ മദ്യപിച്ച് ബഹളം വെച്ചതിനെ തുടർന്ന് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി കസ്റ്റഡിയിലെടുത്തതിന് ശേഷം ഇയാളെ കുറച്ച് സമയം കഴിഞ്ഞത് വിട്ടയക്കുകയും ചെയ്തു. എന്നാൽ ഇയാൾ സമീപത്തൊരു കട നടത്തുകയാണ്. അപ്പോൾ ആ കട നടത്തുമ്പോൾ ഇനി അവിടെ കട നടത്താൻ കഴിയില്ല എന്നുള്ള തരത്തിൽ കുറേ ആളുകൾ വന്ന് ഇയാളെ ഭീഷണിപ്പെടുത്തി. തന്നെ പോലീസ് അറസ്റ്റ് ചെയ്തതാണ്, അതുകൊണ്ട് ഇവിടെ ഇനി കട നടത്താൻ സാധിക്കില്ല എന്നുള്ള രീതിയിൽ ഇയാളെ അവിടെ നിന്നും ആ കട ഒഴിപ്പിക്കുകയാണ് ചെയ്തത്. അതൊരു വർക്ക്ഷോപ്പായിരുന്നു. അതിനുശേഷം ഇയാൾ ഒരു സുഹൃത്തിൻ്റെ കടയിൽ ജോലിക്കായി പോയി. എന്നാൽ ഇവർ പിന്നീടും പിന്തുടർന്ന് ഇയാളെ ഈ കേസിൻ്റെ പേരിൽ പോലീസ് കസ്റ്റഡിയിലെടുത്തു എന്നുള്ള പേരിൽ ഇയാളെ മാനസികമായി ബുദ്ധിമുട്ടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇയാൾ ഇന്നലെ രാത്രി ഇത്തരത്തിൽ പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് എത്തുകയും ഒപ്പം സ്വയം തീ വയ്ക്കുകയും ചെയ്തത്. അങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ അന്വേഷണം തുടർന്നിട്ടുണ്ട്. ആരൊക്കെയാണ് ഇയാളെ പിന്നാലെ എത്തി ശല്യം ചെയ്തത്, ഒപ്പം മാനസികമായി ബുദ്ധിമുട്ടിച്ചത് എന്നുള്ളത് പോലീസ് അന്വേഷിച്ചു വരികയാണ്. അത്തരത്തിൽ ഒരാളിപ്പോൾ പിടിയിലായിട്ടുണ്ട് എന്നുള്ള വിവരവും ലഭിക്കുന്നുണ്ട്. എന്തായാലും ഇദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളൊക്കെയും ഇപ്പോൾ ആശുപത്രിയിലുണ്ട്. അതീവ ഗുരുതരാവസ്ഥയിലാണ് ഈ രാജൻ ഇപ്പോൾ ഉള്ളത്. പ്രജിൻ, മുഹമ്മദ് റഹീസാണ് ചെന്നൈയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.